വെൽക്കം ബാക്ക്. അപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം. ഹായ് അയ്മ. ഹായ് ചിപ്പു. വെൽക്കം ബാക്ക് ഗൈസ്. ഇത് ഞങ്ങളുടെ അയ്മയാണ്. ഞാൻ ഇങ്ങനൊരു ഇൻട്രോ എടുക്കണമെന്ന് ഒട്ടും പ്രതീക്ഷയല്ല. രാവിലെ തന്നെ നല്ലപോലെ എണീറ്റിരുന്ന് ഇൻട്രോ എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഒരുത്തിയെ കാരണം എനിക്കത് നടന്നില്ല. ഇവിടെ രാവിലെ റൂമിലുള്ള എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. എന്നെയും വിളിച്ചായിരുന്നു ഫുഡ് കഴിക്കാൻ പോകാൻ. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്കത്ര വിശക്കുന്നുണ്ടായിരുന്നില്ല. ആവുന്നതും എന്നെ കിടന്ന് വിളിച്ചു. എനിക്ക് പട്ടിപ്പുച്ഛമായിരുന്നു. ഇവള് സ്ഥിരമുള്ള പരിപാടിയാണ്, വിളിച്ച ഫുഡ് കഴിക്കാൻ പോകത്തില്ല. പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ എണീറ്റ് പോത്തേയില്ല. എന്നിട്ട് ഉറങ്ങിക്കിടന്ന് എൻ്റെ അടുത്ത് വന്ന് ബാ ഫുഡ് കഴിക്കാൻ ബാ, വിശക്കുന്നു ബാ. ഈ വിളിയാ. അബദ്ധത്തിൽ നമ്മളെങ്ങാണം ഇല്ല വരുന്നില്ലെന്ന് അങ്ങോട്ട് പറയണം. അങ്ങ് പഴംപുരാണം വരെ പറയും. അന്ന് നീ വിളിച്ചപ്പോൾ ഞാൻ വന്ന്, അതിൻ്റെ നന്ദിയുണ്ടോ നിനക്കെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഇന്നത്തെ ദിവസം. ഇവിടെ ഇപ്പോൾ ഓടുവാ. ഇപ്പോൾ ഫുഡ് കിട്ടുമെന്ന് തന്നെ അറിയത്തില്ല ഇവിടെ. കാരണം ഇന്ന് റൂംമേറ്റ്സ് എല്ലാം കൂടി എടുത്തിട്ട് ഊക്കും. പട്ടിപ്പുച്ച ഇടുന്നവർ. നാണോ ഇല്ല മാനോ ഇല്ല. എനിക്കാണേ ഒന്നും ഞാൻ പറയുന്നില്ല. കൂട്ടുകാരിയായിപ്പോയി. മഴയും പെയ്യുന്നു. പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ പോട്ടെ. ഫുഡ് കഴിക്കാൻ വന്നിട്ട് നമുക്ക് ബാക്കി കാണാം ഗൈസ്. ബൈ. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. മഴയാണ് ഇവിടെ. ഇവിടെ ഒരാൾക്ക് ബോള് കിട്ടിയ സന്തോഷത്തിൽ നടക്കുവാണ്. എബി കാണിച്ചോട്. കിട്ടി. ഇവിടെ കിടന്നൊരു ബോള് ചോദിച്ച് മേടിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല. വോളിബോൾ കളിക്കും. ഇവിടെ ഫുട്ബോൾ കാരികളും വോളിബോൾ കാരികളും ഒക്കെയാണ്. സ്റ്റേറ്റ് പ്ലേയേഴ്സ് ആണ്. അതുകൊണ്ട് അവരെല്ലാം കളിക്കുമെന്നാണ് പറയുന്നത്. ഈ കൂടെ ഇത്തിരി ഇങ്ങോട്ട് വെക്കൂ. എൻ്റെ ഫോൺ തന്നെ എന്നെ ഇത് തോട്ടിയെറിയും, കാട്ടിലെറിയും. ഇതൊക്കെയാണ് രാവിലെ മുതലുള്ള ഭീഷണികൾ. 1000 വട്ടം നോക്കിയിട്ട് എന്ത്. പിന്നെ മോന്ത വീർത്തിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ല എന്ത് പറ്റിയെന്ന്. അപ്പോൾ പറയാം എന്നെ എടുത്ത് തോട്ടിലെറിയുമെന്ന്. ഓക്കെ. പക്ഷെ എൻ്റെ മനസ്സ് നന്നായതുകൊണ്ട് അവളുടെ കൂടെ ഒരു കുടയിൽ ഞാൻ സഞ്ചരിക്കുന്നു. അതും മറന്നേ. ബോള് കിട്ടിയതും പറഞ്ഞ് ഇങ്ങനൊരു കഷ്ടപ്പാടുണ്ടാ രണ്ടും കൂടെ. ഊക്കി 2 ദിവസത്തേക്കേ ഉള്ളൂ. മൂത്തവര് പറയുന്ന കേക്ക് പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ഒരു മീഡിയം സൈസ് എലി. ഇതിന് ഫുഡൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ കെണി വെച്ച് പിടിച്ചതാണ്. ഇല ഇവിടെ എല്ലാം കിടന്ന് ഓടി. അയമ്മ അടിച്ചു കൊന്നു. ഇപ്പോൾ വൃത്തിയാക്കുവാണ് പറ. അയമ്മ തെലുങ്കുവാണ് ഗൈസ്. അയമ്മയ്ക്ക് മലയാളം അറിയത്തില്ല. മലയാളം റാതു. മലയാളം റാതു. മലയാളം അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ മലയാളത്തിൽ പറയും, അയമ്മ തെലുങ്കു പറയും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇന്ന് ഇവിടെ റൂം വൃത്തിയാക്കുവാണ് ഗൈസ്. അയമ്മ അയ്യോ എൻ്റെ ഉടുപ്പ്. ഇതെന്താ ഇവിടെ? ഇത് കളഞ്ഞോ? അത് വേണ്ട, വേസ്റ്റ്. ഇത് വേസ്റ്റ്. അത് വേണ്ട അയമ്മ, കളഞ്ഞോ? അതിനാണിത് എന്നാണ് അയമ്മ പറയുന്നത്. അയമ്മ തെലുഗു. തെലുങ്കുലാ. ఇదెందువా ఎక్కడ ఎలాగని పెట్టాలి తెలుగులో? రాలు. ఆయమ్మയുടെ పేరు బి రాణి എന്നാണ്. അക്കട ബെഡ് ഉന്നാരാ. ആ ബെഡ് എടുത്ത് ഇക്കട പെട്ടു. ఓకే క్లీనింగ్ తర్వాత అక్కడ పెట్టి ఇక్కడ పెట్టు. ఓకే അന്ന അതിന്റെ അടപ്പാണെന്ന്. ഐഷു വന്നിട്ടുണ്ട്. ഐഷു കുറെ നാൾക്ക് ശേഷം ഞങ്ങളെ കാണാൻ എത്തി. ഐഷു കുറെ നാൾ ഇവിടെ ഇല്ലായിരുന്നു. ഇന്നലെ സർപ്രൈസ് ആയിട്ട് ഐഷു കയറി വന്നു കഴിച്ചു. എനിക്ക് സർപ്രൈസ് ആയിരുന്നു. ഇവർക്കെല്ലാം അറിയായിരുന്നു. ഇവരാരും എന്നോട് പറഞ്ഞില്ല. എനിക്കൊക്കെ അറിയത്തില്ലായിരുന്നു. അതിന്റെ സർപ്രൈസ് വീഡിയോ ഉണ്ട് കേട്ടോ. ഞാൻ സർപ്രൈസ് ആയി. ഞാൻ പ്രതീക്ഷയില്ല ഇവിടെ ഇന്നലെ തന്നെ ലാൻഡ് ആവുമെന്ന്. കുറെ നാൾ എന്ന് വരും ഐഷു എന്നും പറഞ്ഞിരിക്കുമായിരുന്നു. ഇന്നലെ അപ്രതീക്ഷിതമായി അങ്ങ് ലാൻഡായി. ഐഷു ഞങ്ങളെല്ലാം കണ്ടപ്പോൾ ഐഷുവിന് എന്താ തോന്നി? വളരെ സന്തോഷം. ഇവിടെ എല്ലാം ഫ്രീ ഫയർ പ്ലേയേഴ്സ് ആണ്. ഇപ്പം ഈ സാധനം പൂക്കിയുടെ ഒരു രസത്തിനെടുത്ത് വെച്ചത്. ആരൊക്കെ ഉണ്ട്? എല്ലാം കുറെ ഫ്രീ ഫയർ കളിക്കാരാണ് ഇവിടെ ഉള്ളത്. നീ ഇല്ല. ഇവളില്ല. ഇവള് നുണ പറയൽ സംഘത്തിൽ മാത്രമേ കയറാറുള്ളൂ. പ്ലെയർ ഇവിടെ എല്ലാം മുളച്ച് വരുന്നതേ ഉള്ളൂ. ഇവിടെ മുളയിലെ നുള്ളേണ്ടിയിരിക്കുന്ന. ഇതെന്റെ ബെഡാണ്. കുറേ ഡേയ്സ് ആയിട്ട് ഞാൻ കുറച്ച് മാസങ്ങളായി ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതൊന്ന് വൃത്തിയാക്കണമെന്ന്. കാര്യം ഇതിനകത്തില്ലാത്ത ചപ്പും ചവറും ഇല്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യണം എന്നെൻ്റെ ഒരു വിഷ് ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ബെഡ്ഷീറ്റ് മാറ്റി എൻ്റെ ബെഡ് ഞാൻ നല്ല അടിപൊളി ആക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. തുണി മടക്കാനുണ്ട്. ഒരു കുഞ്ഞു തുണി കഴുകിക്കൊണ്ടിരിക്കും എല്ലാവരും കൂടെ.
എല്ലാം മടക്കണം. ഇതെല്ലാം നമുക്ക് തൽക്കാലം പൂക്കിയുടെ ബെഡിലേക്ക് വെക്കാം. ഞാൻ ഇവിടെ കിടക്കാറില്ല കൈസ്, അതാണ് ഞാൻ മാറ്റാത്തത്. ഞാൻ എപ്പോഴും ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും, എവിടെയെങ്കിലും ആയിരിക്കും കിടക്കുന്നത്. തോന്നിയിടത്തായിരിക്കും കിടന്നുറങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാത്തത്. വെയിറ്റ് ചെയ്ത മോൻസിയും ബെഡ്ഷീറ്റ് കഴുകാവുന്ന തീരുമാനത്തിലായി. എത്ര നാളായിട്ട് നീ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട്? വന്ന കാലത്തെന്തോ വിരിച്ചതാ എന്നെ പോലെ. കാര്യം നമ്മൾ അധികം കിടക്കുന്നില്ലല്ലോ, നമ്മൾ തീരെ രാത്രി മാത്രമേ കിടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 മാസം കൂടുമ്പോഴൊക്കെ മാറ്റിയാൽ മതി. എൻ്റെ ബെഡിലെ സാധനങ്ങൾ ഇത് മൊത്തം മണ്ടയിലായതുകൊണ്ട് അറിയുന്നില്ലായിരുന്നു ഇത്രയും സാധനങ്ങളുണ്ടെന്ന്. വിരിച്ചിട്ടപ്പോഴത്തേക്ക് ഇത് എന്തോ ആക്രിക്കട പോലുണ്ട്. ഫോൺ കവർക്ക് കിടപ്പുണ്ട്. എൻ്റെ ഹെഡ്സെറ്റ്. എൻ്റെ എളുപ്പത്തിന് വേണ്ടി എനിക്ക് എടുക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഈ അറ്റപ്പം നോക്കും. എന്നിട്ടത് അവിടെ തന്നെ ഇരിക്കും. ഞാൻ എടുക്കത്തില്ല. ഇതാണ് എൻ്റെ ഹോബി. മോൻസി എന്നെ കണ്ട് മോട്ടിവേറ്റ് ആയി വൃത്തിയാക്കാൻ നിൽക്കുക. ബ്ലൂ ബെഡ്ഷീറ്റ് ഞാൻ ചോദിച്ചു. ഇവിടെ ആരുടെയും ബ്ലൂ ബെഡ്ഷീറ്റ് ഇല്ല. ഇനി ഞാൻ വിരിച്ച് കഴിയുമ്പോഴായിരിക്കും ബ്ലൂ ബെഡ്ഷീറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. ഡോറ് അടച്ചിട്ടേ. ഇതൊക്കെ നമുക്കിന്ന് കഴുകിയിടാനുള്ള തുണികളാണ് ഒക്കെ. ഞാൻ പ്രൊഡക്റ്റീവായി ചിന്തിക്കുന്ന ആളായതുകൊണ്ട് വെള്ളം കൂടി കുറച്ചുണ്ട്. കാര്യം യൂറിനറി ഇൻഫെക്ഷൻ വരാറായപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി വെള്ളം കുടിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല. ഞാൻ റീഫിൽ ചെയ്യാൻ വരുവാണ്. നമുക്കിത് റീഫിൽ ചെയ്യാം ഗൈസ്. മഴ പെയ്യുന്നുണ്ട്. ഭയങ്കര മഴയില്ല, എന്നാലും ചെറിയ മഴച്ചാറ്റൽ കണക്കുണ്ട്. വെള്ളം കുടിക്കാൻ നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ചാലും വെള്ളം കുടിക്കുക, ഇല്ലെങ്കിൽ കിടപ്പായി പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന കണക്കൊക്കെ വെള്ളം കുടിക്കാൻ ശ്രമിക്കാറുണ്ട്. നമുക്ക് ഷീറ്റ് കഴുകാൻ പോവാം. എനിക്കിത് മതി. എവിടെയാണ് കൂടി തൂക്കി പൊട്ടിച്ചിടുന്നതാണ് സാർ. എടി മോൻസി, നിന്റെ ബക്കറ്റ് എടുത്ത് ആര് വരും? എനിക്ക് തുണി നനയ്ക്കണ്ടേ? ആഴ്ച എല്ലാം കൂടി തുണി നനയ്ക്കും, എന്നിട്ട് വിരിക്കാൻ അറിയില്ല. തുണി കഴിയുന്ന ദിവസം ഇവിടെ എല്ലാത്തിനും നനയാം, ഒടുക്കത്തെ നനയാം. ഇല്ലെങ്കിൽ ഒന്നിനും തുണിയും കഴുകണ്ട, ഒന്നും കഴുകണം. പല്ല് തേക്കാൻ പോണ വ്യക്തി, അതും ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട്. ഞാൻ ഉറങ്ങി കിടക്കാൻ നേരത്തെ എബി എന്നെ വിളിച്ചോണ്ട് പോവാതില്ല പല്ല് തേക്കാനും ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് എനിക്ക് പല്ല് തേക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനൊക്കെ മറന്നുപോയി പല്ല് തേക്കുന്നത്. പല്ല് എപ്പം വേണേലും തേച്ചാൽ മതി, എൻ്റെ പല്ലല്ലേ. ഓ പിന്നെ ഉള്ള പല്ലെല്ലാം ഞാൻ വേലി കെട്ടി വെച്ചേക്കുവാ. അയ്യോ ജസ്റ്റ് പോയാ ഇല്ല. ഇനി കുറച്ച് നമുക്ക്, ഞാൻ മഴ എല്ലാം കാത്തിരിക്കുവായിരുന്നു പല്ല് തേക്കാൻ. മഴ രാവിലെ തൊട്ടേ പെയ്യുന്നുണ്ടായിരുന്നു. വെള്ളം കുടിക്കും. സൺഡേ ഇങ്ങനെയൊക്കെ തന്നെയാ കൈ. സൺഡേ ആയാൽ നമുക്ക് വേണമെങ്കിൽ പല്ല് തേക്കാം, ഇല്ലെങ്കിൽ വേണ്ട. മൺഡേ നമ്മൾ പല്ല് തേക്കുമല്ലോ. അല്ലേ? സപ്പോർട്ട് ഒന്നും പറയുന്നില്ല ഇതിന് കേട്ടോ. ഞാൻ ഒന്നുമേ പറയാൻ മാട്ടേ. രണ്ടുപേരുടെ അടി കൂടുന്നു പൈപ്പ്. രണ്ടുപേരും കൂടെ നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ഒരച്ചരച്ച് കഴിവ് അങ്ങോട്ട് മുഖം. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടില്ല പോയത്. ഈ ഫേസ് വാഷിന് ഒരു സെൻസേഷൻ ഉണ്ട് ഓൾറെഡി. കണ്ണിന്റെ ഏരിയയിലേക്ക് പോകുമ്പോഴേ ഇതിനൊരു സെൻസേഷൻ ഉള്ളത്. പഴം ഐഷു കൊണ്ടുവന്ന കേരളയിലെ പഴവാ. കേരള ബനാനയാ. കഴിച്ച് കൊള്ളാവുന്നതാ. കഴിക്ക്. എങ്ങനെയുണ്ട്? നല്ലതാണോ? കൊള്ളാം. ആയമ്മക്ക് കേരളത്തിലെ പഴം ഇഷ്ടപ്പെട്ട. ഇക്കടലേതു ഇവിടെ റോബസ്റ്റ് അല്ലേ കിട്ടുന്നേ? ഇത് ഏത്തക്ക, മലയാളം ഏത്തക്ക. ഓ സമ്മറിന് കിട്ടാറുണ്ടെന്ന്. അത് ഇതല്ല, അത് പച്ച കളർ, ഇത് മഞ്ഞ കളറാ. യെല്ലോ കളർ. യെല്ലോ കളർ ഇക്കടലേതു യെല്ലോ കളർ. ഇവിടെ ഇല്ല യെല്ലോ കളർ. യെല്ലോ കളർ കഴിച്ചാലേ ശക്തി വരൂ. ഐഷു വന്നപ്പോൾ പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിച്ച്. കുറേ നാളായി ഏത്തക്ക കഴിച്ചിട്ട്. ഞാൻ ഒരു ഏത്തക്ക ഫാനേ അല്ല, പക്ഷെ കുറേ നാളായി ഏത്തക്ക കഴിച്ചിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ ഏത്തക്ക കഴിക്കുക. അതിന് ഇപ്പൊ താഴെ ഇട്ടനെ. എന്താ കൊണ്ടുപോണ്? സാൻഡിക്ക് ഇങ്ങനെ തോണ്ടുന്നൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ മനപ്പൂർവ്വം ഇവിടെ ഇറിറ്റേറ്റ് ചെയ്യും. പല്ല് കമ്പി ഉണ്ടെന്ന് ഓർക്കണേ. കുരുങ്ങി എവിടെയല്ലോ.
ഭയങ്കര ഉപദ്രവം കഴുകാൻ തീരുമാനിച്ചു. ഇറങ്ങി ബക്കറ്റൊക്കെ ആയിട്ട്. 3 മണിക്കൂറായി. 3 മണിക്കൂറില്ല, കോത്ത് വെച്ചിട്ട് കുറേ നേരമായി, ഇതുവരെ കഴിയില്ല. ഇനി നമ്മൾ കുറച്ച് നേരം തുണി കഴുകാനായിട്ട് പോവുകയാണ്. ഇപ്പം കഴുകിയിട്ടാലേ അത് ശരിയാകത്തുള്ളൂ, അല്ലേ അത് ശരിയാകത്തില്ല. അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും തിങ്കളാഴ്ച വരെയൊക്കെ. നമുക്കിപ്പം തന്നെ കഴുകിയിടാം. കോളേജ് ബാഗ് കഴുകാനുള്ള ഇതിലാണ്. ഇത് ഫുൾ അഴുക്കായി. ഇതാണ് ബുദ്ധിപരമായിട്ട് ഞാൻ കറുപ്പ് ബാഗ് മേടിച്ചത്. മനസ്സിലായോ? ഊക്കിക്ക് പുഴുവിനെ ഭയങ്കര പേടിയാണ്. പക്ഷെ ചത്ത് വരുന്നു. വേണ്ടെന്നേ പിടിയട്ടങ്ങട്ട്. ആ പിടി അഴിക്കണമെന്ന് നോക്ക്. കഴിവത്തുമില്ല അവള്. അല്ലാതെ തുണിയുടെ അഴുക്കല്ലേ. പിന്നെ 2 മാസമായി ഷീറ്റ്. ആ കഴുകൂ. എന്നെ ഇത്രയില്ല കേട്ടോ. എന്റെ ഒരു സോക്സ് കാണാനില്ല. അതെവിടെ പോയി? അയ്യോ പുഴു. ഓ ഇങ്ങനെ തുണി വെക്കാനും എടി ഒരു സോക്സ് കാണും. ഇവിടെ എവിടെയും തന്നെ കാണും. എന്തുവാടി? ഞാൻ അവക്കൊരു സാധനം കൊടുത്തതാ ഗൈസ്. അവക്ക് ഞാൻ ഭിത്തിയിൽ ഒട്ടിക്കുന്ന സാധനമാന്നേ ഞാൻ കൊടുത്തതാ. വോൾ ഹുക്കാണ്. അവള് നശിപ്പിച്ചു. എന്റെ ബെഡ്ഷീറ്റിന്റെ ഇടയിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. പോയി ബുക്കി കളഞ്ഞത്. നേരെ തരണം. തരൂല. കാണുന്നില്ലായിരുന്നു എനിക്ക്. ഞാൻ അവിടെ എല്ലാം തപ്പോ. ഇപ്പൊ കഴുകിയപ്പോ കിട്ടി. അത് സ്വന്തം ബെഡിൽ ഇട്ടിരുന്നിട്ട് കഴുകി കൊടുക്കുവാന്ന് പറ. ഇത് ചെറിയ ബെഡ്ഷീറ്റ്, എനിക്ക് എന്നെ നോക്കാവുന്നേ ഉള്ളൂ. അവിടുത്തെ പോര് പിടി. ഓ ശരി നിക്കട. ഒരുത്തി ഇങ്ങനെ കമ്പൂല. അവൾ അവളുടെ ഇതിനകത്ത് കുത്തി കൊടുക്കുന്നു. എന്തൊക്കെയാ കാണുന്നത്? ഒത്തൊരുമ വേണം. തുണി വിരിക്കാൻ പോകുമ്പോ പിന്നെ ക്ലിപ്പ് എവിടെ വെക്കുന്നേ? ടെറസിലാണ് നമ്മൾ തുണി വിരിക്കാൻ പോകുന്നത്. ഇവിടെ വിരിക്കാൻ സ്ഥലമില്ല, മൊത്തം തുണിയാണ്. നമുക്ക് തുണി വിരിക്കാൻ പോകാം. മഴയായിട്ട് തുണി വിരിക്കാൻ വന്ന് ഞങ്ങൾ തിരിച്ചിരിക്കടി. ബെഡ്ഷീറ്റാണ് നമ്മൾ വണ്ടി വിരിക്കാൻ. ഓക്കെ, വിരിപ്പ് കഴിഞ്ഞു. സക്സസ്ഫുള്ളി കഴിഞ്ഞു ഗൈസ്. അവിടെ കഴിഞ്ഞോ? പാം. ഇവിടെ ബിഗ് ബോസ് കാണലാണ്. ബിഗ് ബോസ് ഫാൻസ് ആണ് ഈ കിടക്കുന്നത്. അടി കാണാൻ വേണ്ടി മാത്രമാണ് ഇവരിത് കാണുന്നത്. ഇതൊക്കെയാണ് ഒരു ഫൺ. മിച്ചർ തിന്നുവാണ് ഞങ്ങള്. മോൻസി മിച്ചർ ഇഷ്ടമായോ? ഞാൻ എന്താ ഒരുങ്ങി റെഡിയായി നിൽക്കുവാണ്. ഒരുങ്ങി മീൻസ് ഭയങ്കരമായിട്ടൊന്നും ഒരുങ്ങിയിട്ടില്ല, ചെറുതായിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി ഡ്രസ്സൊക്കെ മാറി. ഇന്ന് നമുക്ക് സീക്രട്ട് റീഡിങ്ങിൻ്റെ പാർട്ട് 3 ചെയ്യാനുണ്ട് ഗൈസ്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുമായിരുന്നു. അങ്ങനെ ഞാൻ പോയി വീഡിയോ ഷൂട്ട് ചെയ്യട്ടെ. കാര്യം ഇന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ നടക്കത്തില്ല, അങ്ങനെ ഡിലേ ആയി പോകും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് പാർട്ട് 3 എടുക്കാമെന്ന്. ഇവിടെ ഒരാൾ വന്നിട്ട് വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ നല്ലപോലെ കിടന്ന് ഉറങ്ങി. ഇപ്പം മെസ്സിപ്പോയിട്ട് വന്നു. എനിക്കിപ്പോൾ താളി ഉണ്ടാക്കാം. ഞാൻ രാവിലെ താളി പിച്ചിട്ട് വന്നിട്ടുണ്ടായി. നല്ല വീടുണ്ട്. നല്ല ഉടക്കുന്ന രീതി അങ്ങോട്ട് കഴിവ്. കൈ കഴിക്കുന്ന രീതി അവിടെ എല്ലാ ഐഡിയ ആയിപ്പോയി. ഇത്തിരി നേരം അങ്ങോട്ട് ഞാൻ അവിടെ പൂക്കിനെ അവിടെ പെട്ടെന്ന് പെട്ടെന്ന് ഉടയും കുറേ. പൂക്കി ആരെയോ മനസ്സിൽ ധ്യാനിച്ച് ഞെവിടുകയാണ്. നമ്മളൊരു തുണി വെക്കുക. ഇതാണ് സാറ്റിസ്ഫാക്ഷൻ. എടുത്തോണ്ട് വാടി. അയ്യോ ഒന്നുകൂടെ അടിക്കണം. അത് അടക്കില്ല. അയ്യോ ഇതെവിടെ പരിപാടി വന്നിരിപ്പിച്ചാൽ ഇത് തന്നെയല്ലോ ഭഗവാനെ. ഇപ്പൊ
ഞാൻ പറയുന്നില്ല ഡാഷ്. ഞാൻ പോയി കപ്പെടുത്ത് തരാം. താഴെ കട തന്നെ. കളഞ്ഞത് കിടക്കുന്നു ഗൈസ്. നോക്കൂ അവള് താഴെ എത്തി. കിട്ടി ഇത് കൊണ്ട് കളഞ്ഞിട്ടേ വരുന്ന വരക്ക് നോക്ക്. ഇതാണ്ടേ കരണേ ഇങ്ങോട്ട് വരൂ. ആരാ ഇത്? മിസ്റ്റർ കെറി. പിന്നെ നമ്മൾ പ്രോസസ് തുടരുക. തലയിൽ ഇല വീണെന്ന് പറഞ്ഞ കുഴപ്പമില്ല. എന്റെ തലയിലെ ഇല അത് പോവാൻ ഭയങ്കര പാടാ. ഞാൻ മുന്നേ ഇതിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ടച്ച് വിട്ട് പോയതുകൊണ്ടാണ്. ഞാനേ ഒന്നും പറയുന്നില്ല. വെയ്യ അങ്ങോട്ട് ഒഴിക്കട്ടെ. ഗൈസ് ഞാൻ ഇതൊരു ഈർപ്പിലാക്കിയിട്ട് വരാം. താഴിതാ എന്റെ അസിസ്റ്റന്റ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇതന്നെ ഞാനും ചെയ്തേ. ഞാനേ ഒന്നുമേ പറയുന്നില്ല. 2 ടേക്കിൽ ഞാൻ ഫെയിലായി. ട്രൈ അഗെയിൻ ഫെയിൽ അഗെയിൻ എന്നാണ് പൂക്കി. പൂക്കി എന്ന എക്സ്പേർട്ട് ഇത് ശരിയാക്കി തന്നു. ഞാൻ പണ്ട് താളി ചെയ്തിട്ടാണ്. അതെ, താളിക്കാൻ പണ്ടേന്ന് പിടിക്കുകയാണ്. പലതും ഇതൊന്നും വിശ്വസിക്കരുത്. ഓക്കെ, താങ്ക് യു. നല്ല പോലെ താളി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തലയിൽ തേക്കാം. ഞാൻ ഇപ്രാവശ്യം ഷാമ്പു ചെയ്യുന്നില്ല. കാര്യം ഞാൻ ഓൾറെഡി ഷാമ്പു ഇന്നലെ ഇങ്ങോട്ട് ചെയ്തായിരുന്നു. അപ്പം ഞാൻ വെച്ചു നമുക്ക് താളി തേക്കാം. താളി അരയ്ക്കാൻ എളുപ്പമാണ്, വൃത്തിയാക്കാനാ പാട്. പിടിച്ചങ്ങോട്ട് ഒരക്കി മണ്ണൊക്കെ ഒഴിക്കാം. അറിയത്തില്ലടി, മനസ്സിലായില്ല. 11 വരുവോ? വരൂലേ? എവിടെ പോയി? അയമ്മ തെലുങ്കു രാതു. തെലുങ്കു രാതു ഉണ്ട്, കുറച്ച് കഴിഞ്ഞ് വരുവോളന്ന്. ആണാ? കുക്കിയുടെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുകയാണ് എബി. മിസ്റ്റർ സാൻഡി എൻ്റെ തലയിൽ താഴെ തേച്ച് തരും ഇല്ലേ? പരദൂഷണക്കാരെ വിളിക്കുമ്പോഴുണ്ട് അമ്മി. ഇത് 2 എൻ്റെ തുണി, ഇത് 2 എൻ്റെ തുണി. പരദൂഷണക്കാരിയെ കാണുന്നത് ഇൻട്രൊഡക്ഷൻ കഴുത്ത് മുട്ടു ഇട്ട് അള്ളി പറിക്കുന്നു ഇവള്. ചൊറഞ്ഞു വരും. എല്ലായിടത്തും കേട്ടണം പറഞ്ഞു. താളിയൊക്കെ എന്റെ കയ്യില ഒഴുകുന്നത് കണ്ട. എന്റെ പറ മൊത്തം താളിയാക്കി ഇവിടെ. തീർത്തി മുടിയിൽ താളിയൊക്കെ ഇട്ട് പിന്നി പിരുത്തി വെച്ചേക്കും. തേക്കാൻ പോണു. കുക്കിക്കുന്നത് പുത്തിരില്ല. എന്നെ കൊന്നില്ലെന്ന് ഇത് മതി. ഇത് മൊത്തം എല്ലാവരും ഒഴിക്കാനുള്ള തലയില്. ഓൾറെഡി അടുത്തങ്ങ് മുടി പെണ്ണുങ്ങളെ കൊണ്ട് നമുക്കിനി ഈ കാട് ഇട്ട് കളിക്കാം. വീക്ക്ലി റൂട്ടീനാണ് ഇത് വൃത്തിയാക്കുക. ഇതിന്റെ പിരികത്തിന്റെ പകുതി മിക്കാറ് ഈ ബ്ലേഡ് ഇരിക്കും. നാട്ടിൽ പോയാൽ പിന്നെ എബിയുടെ കാര്യത്തിൽ തീരുമാനമാണ്. പിരിക്കം വളർന്ന് കാട് കണക്കാ വരുന്നത്. കാട്ടവന്മാർക്ക് ഇപ്പൊ പോയനെ പറഞ്ഞേ. ഞാൻ വല്ല കൊലപാതകയാവുന്നുണ്ടോ? ഇവക്കൊക്കെ ത്രെഡ് ചെയ്ത് മിണ്ടാതിരിക്കണേ എബി. വളർന്നിട്ടില്ല. മൊത്തം വളർന്നു കിടക്കാം. ഇതൊക്കെ ഇനി എന്ന് വെട്ടി തെളിക്കുന്നുണ്ടോ? ഇടുന്നുണ്ട്. അപ്പൊ എനിക്ക് വിടാൻ തോന്നും.
എല്ലാ ആഴ്ചയൊക്കെ പലപ്പോഴും മടിയാണ് കഴിച്ചത്. ഇടണമെന്ന് വിചാരിക്കും, പക്ഷേ എല്ലാ ആഴ്ച ഇടണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ എന്ത് സാഹചര്യത്തിന് മനസ്സങ്ങോട്ട് സമ്മതിക്കൂല. മടി തലയ്ക്ക് പിടിച്ചിരിക്കുകയായിരിക്കും. എന്തിട്ടാലും ഇപ്പം ഞാൻ കണ്ണി കൊണ്ട് കളയുന്നുണ്ട്. നോക്കട്ടെ. പോയതിനെ കണ്ണൊക്കെ. എബിക്കും ഫേസ് പാക്ക് ഇടണമെന്ന് പറഞ്ഞു മിനിസ്റ്റർ. ബുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ സാൻഡി തുടങ്ങുന്നു വെക്കും. സാൻഡിക്ക് ഇട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എന്നെ കൊലക്കി കൊടുക്കും. ഇവിടെ ഒരാളെ ഫേസ് പാക്ക് ഇട്ടാൽ മതി, പിന്നെ എല്ലാവരുടെ മുഖം ഒരേ കണക്കിരിക്കുന്നു. ഇതെന്ത് മൂമ്മ കണക്കിരിക്കുന്ന മിണ്ടാനും പറ്റൂല. ക്യാമറ തുറന്ന എബിയുടെ വാ ഇല്ല എബിക്ക്. പിന്നെ അല്ലേ ഇവിടെ കിടന്ന് വിളിക്കുന്ന വിളി. ആ കുറച്ചുകൂടെ ഉണ്ട്, അത് നമുക്ക് പൂക്കിയുടെ മുഖത്തടിച്ചേപ്പിക്കാം. ആ നമ്മുടെ പരിദൂഷണ മിസ്റ്റർ കിട്ടി നിൽക്കുവാണ്. ഇവിടെ ബോൾ തട്ടി നടക്കുന്നത്. എത്ര നാളത്തേക്കാണോ എന്തോ ഈ ബോളൊക്കെ വെച്ചിട്ടുള്ള അഭ്യാസങ്ങൾ നിൽക്കുവാണ്. ഇനി കുറച്ചും കഴിയുമ്പോൾ എനിക്ക് പോയി കുളിക്കണം. കുളിച്ചിട്ട് വെറുതെ ഇരിക്കുക, തിന്നാൻ പോവാം. ഇതാണ് ഇന്നത്തെ എൻ്റെ ഡേ. അപ്പോൾ ഗൈസ് നമുക്ക് ഫേസ് പാക്ക് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇവർ രണ്ടുപേരും വോളിബോൾ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ബോൾ കിട്ടിയപ്പോൾ തൊട്ട് കളിക്കാൻ ഇറങ്ങണമെന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു. എല്ലാവരും ഇറങ്ങി കളിക്കുവാണ്. ഞാൻ കുളിച്ചിട്ട് വന്നു. ഇനിയിപ്പം എല്ലാവരും കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് എഴുതാനൊക്കെ ഉണ്ട്, അതൊക്കെ എഴുതും. നാളെ രാവിലെ എണീറ്റ് കോളേജിൽ പോകും. ഇതാണ് ഒരു ലൈഫ് സൈക്കിൾ. ഇതാണ് ഇനി നെക്സ്റ്റ് പ്ലാനിങ്. ഇന്നത്തെ ദിവസം എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഇന്നൊരു സൺഡേ ആയിരുന്നു. പൂക്കി കുളിക്കാൻ പൂക്കി കുളിക്കാൻ പോവുകയാണ്. കുളിക്കാൻ പോണതേ ഉള്ളൂ. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു പൂക്കി? നല്ല ദിവസം പെട്ടെന്ന് പോയി. ആ ഭയങ്കര ഓക്കെ ഒരു ദിവസമായിരുന്നു. പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. സൺഡേ ആസ് യൂഷ്വൽ പെട്ടെന്ന് പോയി. നാളെ മൺഡേ ആണ്. എന്തായാലും കോളേജിൽ പോകണം. ഇതാണ് എൻ്റെ ഒരു ദിവസം. ഇനി അടുത്ത സൺഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.